ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ആനന്ദ് കൊച്ചുകുടി, നമ്മളിപ്പോൾ ഈ വിഷയം ഇന്ന് എടുക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ച ഒരു ഘടകം ഈ പോരാളി ഷാജി പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകൾക്കെതിരായി CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. സത്യത്തിൽ ഈ അത്തരം പോരാളി ഷാജി സംസ്കാരത്തെ CPM തള്ളിപ്പറയാനുണ്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്തായിരിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പൊതുവെ പാർട്ടിയെ അനുകൂലിക്കുകയും പാർട്ടിക്കാരെ സംരക്ഷിക്കുകയും ചെയ്തു പോരുന്ന ഒരു സമീപനമാണ് ഈ പോരാളി ഷാജിക്കൊക്കെ ഉള്ളത്, അവരുടെ പല ഗ്രൂപ്പുകൾക്കുള്ളത്. ഇപ്പോൾ പക്ഷേ ഒരു ഓഡിറ്റിംഗ് സ്വയം നടത്തേണ്ടതുണ്ട്, ഭരണത്തെ വിലയിരുത്തേണ്ടതുണ്ട്, പാർട്ടിക്കാരുടെ അവരുടെ സമീപനത്തെ, അവരുടെ എന്താ പറയുന്നത്, അഹങ്കാരം പോലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത്, അതൊക്കെ തിരുത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർ. അതായിരിക്കുമോ ഈ പെട്ടെന്ന് ഈ പോരാളി ഷാജിക്കെതിരെ സംസാരിക്കാൻ ഈ പാർട്ടിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അത് തന്നെയാണ്. ഇവിടെ CPM-നെ ആരും വിമർശിക്കരുത്. വിമർശിക്കുന്നവരെല്ലാം വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ്, സാമ്രാജ്യത്വ ശക്തികളാണ്, അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ അനുകൂലികളാണ്. ഇങ്ങനെയൊക്കെ ചാപ്പയടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സ്ഥിരം CPM-നുള്ളത്. അപ്പോൾ ഈ പോരാളി ഷാജിമാർ, അവർ തന്നെ തീറ്റിപ്പോറ്റുന്ന സൈബർ സംഘങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കുമോ? അവരുടെ കർത്തവ്യം എന്ന് വെച്ചാൽ പിണറായിക്ക് സ്തുതി പാടുക, ഇപ്പോൾ ജയരാജന് സ്തുതി പാടുക. ജയരാജൻ അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിനും മറ്റേ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അവിടെ മത്സരിപ്പിച്ചത് തന്നെ വോട്ടുകൾ ചോരാതിരിക്കാനാണ്. പക്ഷേ അവർ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ശ്രീ ഹനീഫ പറഞ്ഞ കണക്ക് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കാസർഗോഡ് കണ്ണൂരും ഒക്കെ CPM-ന്റെ ഏറ്റവും പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ CPM-ന് വോട്ട് ചോർച്ച ഗണ്യമായിട്ടുണ്ടായത് ഇത്തവണയാണ്. കഴിഞ്ഞ തവണ അവർക്ക് ശരിയാണ് 35% കൂപ്പുകുത്തി. അവിടെ നിന്ന് വീണ്ടും 33.34, അതായത് കേരളത്തിലെ 1/3 വോട്ടിലേക്ക് CPM എന്ന അല്ലെങ്കിൽ LDF എന്ന മുന്നണി ചുരുങ്ങി. ഇപ്പം എറണാകുളത്തെ കണക്ക് അദ്ദേഹം പറഞ്ഞത് അവിടെ ഹൈബിക്ക് കഴിഞ്ഞ തവണ കൂടുതൽ വോട്ട് കിട്ടിയത്. പക്ഷേ വേറൊരു കണക്ക് ഞാൻ പറയാം. രാജീവിന് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടും ഇത്തവണത്തെ ഷൈൻ ടീച്ചർക്ക് കിട്ടിയ വോട്ടും ഒന്ന് നോക്ക്. ഇത്തവണ ഹൈബിയുടെ വിജയ മാർജിൻ, അദ്ദേഹം വിജയിച്ച മാർജിനും ഷൈൻ ടീച്ചർക്ക് കിട്ടിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം, അദ്ദേഹത്തിന് മാർജിനാണ് കൂടുതൽ. എറണാകുളം നിയോജക മണ്ഡലം, അതായത് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിൽ BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 2000 വോട്ടാണ്. അത് CPM അത് പഠിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനെ പോയാലൂടെ എറണാകുളം പോലെയുള്ള ഒരു ജില്ലയിൽ പോലും ഇവിടെ BJP-ക്ക് കടന്നു കയറാൻ പറ്റുക എന്ന് വെച്ചാൽ അത് വലിയ അത്ഭുതമാണ്. എനിക്ക് പോലും വലിയ അത്ഭുതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം, കാരണം അല്ലെങ്കിൽ ഇത് ഓഡിയൻസിനും എല്ലാവർക്കും കൺഫ്യൂഷനാവും. ഇവിടെ സാധാരണ CPM കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ഒരു അനാലിസിസ് ആണ്, ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. 80-കൾ തൊട്ടുള്ള കാര്യം ആയിട്ടെങ്കിലും ഞാൻ കാണുന്നു അതിനെ. അതായത് ഇവിടെ 87 തെരഞ്ഞെടുപ്പിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറഞ്ഞ് EMS മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ടല്ലോ. അന്ന് ശരിക്കും ഒരു ഭൂരിപക്ഷ വർഗീയതയാണ് CPM അന്ന് ഉപയോഗിച്ചത്. അതിൻ്റെ തെളിവെന്താണെന്ന് വെച്ചാൽ, ഈ 80-ൽ BJP ഉണ്ടാക്കിയതിന് ശേഷം സംഘപരിവാർ BJP-യുമായിട്ട് തെറ്റിയുന്ന സമയത്ത് അവർ ഒരു ഹിന്ദു മുന്നണി ഉണ്ടാക്കിയിരുന്നു. അത് കേരളത്തിലും ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. ആ കേരളത്തിൽ ആ മുന്നണി 7% കൂടുതൽ വോട്ട് പിടിച്ച തെരഞ്ഞെടുപ്പാണ് 1987. കേരളത്തിൽ ആദ്യമായിട്ട് ഹിന്ദുത്വ സംഘടനകൾക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയത്. ചരിത്രത്തിൽ ആദ്യമായി കുമ്മനം രാജശേഖരൻ എന്ന അന്നത്തെ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ നിയമമണ്ഡലത്തിൽ, അന്ന് അത് തിരുവനന്തപുരം വെസ്റ്റോ അങ്ങനെ എന്തോ ആയിരുന്നു, ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്താൻ അന്ന് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന് ശേഷം 91-ലേക്ക് വന്നപ്പോൾ അത് മറിച്ച് പ്ലേറ്റ് തിരിക്കുന്നു. അന്ന് സദ്ദാം ഹുസൈനെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നു. ഇവിടെ CPM-ന് ആഗോള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ഇന്റർനാഷണൽ രാഷ്ട്രീയത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അവർക്ക് ഈ അധസ്ഥിത വർഗത്തോട് കൂടെ നിൽക്കുന്നതും ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നതും ഒക്കെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അതിനെ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കത്തിക്കുക, അത് കത്തിച്ച് വോട്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഈ 87-ലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ശേഷം 91-ൽ ന്യൂനപക്ഷ വർഗീയത, അത് ന്യൂനപക്ഷ വർഗീയത എന്ന് തന്നെ ഞാൻ വിളിക്കും. കാരണം ഭൂരിപക്ഷ വർഗീയത എന്ന് വിളിക്കാമെങ്കിൽ ന്യൂനപക്ഷ വർഗീയത എന്നും വിളിക്കാം എന്ന് 91-ൽ സദ്ദാം ഹുസൈനെ വെച്ച് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിയത് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, അസാസിനേഷനാണ്. അതിനുശേഷം ഭരണം നഷ്ടമാകുന്നു. അല്ലെങ്കിൽ വീണ്ടും അന്ന് തുടർഭരണം 2021 മുൻപേ കിട്ടിയിരുന്നതിന് 91-ൽ
അതിന് ശേഷം വീണ്ടും CPM ഇതുപോലെയുള്ള പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കൂ 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 എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുൻപ് ഇവിടെ ഇടതുപക്ഷ നേതാക്കൾ ഇവിടെ NSSന്റെ SNDPയുടെയും പുറകെ പോയ ചരിത്രമുണ്ട്. ഇവിടെ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണം ആണെന്ന് ഉള്ള കാര്യത്തിൽ 2011 മുതൽ 16 വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് ഇവിടുത്തെ CPM നേതാക്കൾ അതിന്റെ കുട പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ VS അച്യുതാനന്ദൻ വർഗീയ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് ഇത് മറ്റൊരു തരത്തിൽ ഇവിടെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. മലബാറിൽ പൗരത്വ ഭേദഗതി നിയമ വിഷയം പത്രങ്ങളിൽ മുൻപേജിൽ വരുത്തുന്നു, പരസ്യം കൊടുക്കുന്നു. എന്നാലോ ഇവിടെ മധ്യ കേരളത്തിൽ ദീപിക പത്രത്തിൽ മണിപ്പൂർ വിഷയമാണ് ഇത്തവണ മുൻപേജിൽ പരസ്യം കൊടുക്കുന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ. ഈ CPMന്റെ ഒരേ സമയം ഞാൻ ഇതുവരെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് CPM ഏതെങ്കിലും ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന വികാരം മുതലെടുക്കാൻ അതിനെ കത്തിക്കുന്ന ആ വർഗീയത, ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത, അതിനെ കത്തിച്ച് വോട്ട് വാങ്ങുന്ന ഒരു സമീപനം CPM പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നിഷാദ് പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് CPM രണ്ട് വർഗീയതയും ഉപയോഗിച്ചു. വടകരയിൽ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ചപ്പോൾ കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ അത് എന്താ പറയുക പലസ്തീനെ വോട്ടാക്കി മാറ്റാനും പൗരത്വ ഭേദഗതി നിയമത്തെ വോട്ടാക്കി മാറ്റാനും നോക്കിയപ്പോൾ വടകരയിൽ മാത്രം അത് ഒരേ സമയം വടകരയിലുണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ സ്വഭാവം മാറ്റി നിർത്തിയാൽ ഈ ഫലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഈ പൗരത്വ വിഷയം പോലുള്ള സെന്റിമെന്റ്സിനെ പ്രയോജനപ്പെടുത്തുക, അതിനെ വർഗീയത പ്രയോജനപ്പെടുത്തുക എന്നതിലേക്ക് എടുക്കുന്ന എന്ന പ്രയോഗത്തിൽ എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്.